ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് മുമ്പൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ട്രിമെട്രിക്കൽ കേക്കിൻ്റെയാണ്. കുറച്ച് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ അടുത്തൊക്കെ തന്നെയാണ്, ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഈ കേക്കൊക്കെ നമ്മൾ ഓർഡർ കിട്ടേണ്ടത് കാത്തിരുന്നിട്ടുണ്ടെങ്കിലേ ഇതിൻ്റെ ട്രെൻഡൊക്കെ അങ്ങ് ദുബായിക്ക് പോകും. അതുകൊണ്ട് നമ്മളെ വീട്ടിലെ ഫംഗ്ഷൻ തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും പറയുന്നത് എൻ്റെ ഈ ബർത്ത്ഡേക്ക് എനിക്ക് 2 അട്ടി കേക്ക് വേണമെന്ന്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ 2 അട്ടി അല്ല 3 അട്ടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാനില സ്പഞ്ചാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതായിട്ട് 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തിട്ട് ഞാൻ 6 ലെയർ വേണമല്ലോ നമുക്ക്, കാരണം 3 സെറ്റിനായിട്ട് അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തിട്ട് 6 ലെയറൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് കുൽഫിയാണ് ഇതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നത്. സ്പഞ്ച് ചെയ്തത് നമ്മുടെ നോർമൽ വാനില സ്പഞ്ച് തന്നെയാണ്. അപ്പോൾ വാനില സ്പഞ്ചിൻ്റെ ഒന്നും റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല, കാരണം മുമ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊന്നും അറിയാത്തവരായിട്ട് ഇപ്പോൾ ആരും ഉണ്ടാവില്ല, കാരണം എല്ലാവരും ഇപ്പോൾ ക്രീമുള്ള കേക്ക് അല്ലെങ്കിലും എല്ലാവരും ഇങ്ങനത്തെ വാനില സ്പഞ്ചും ടീ കേക്കും ഒക്കെ ട്രൈ ചെയ്യുന്നവരും ഉണ്ടാക്കുന്നവരൊക്കെ അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ബർത്ത്ഡേക്ക് തീം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, കളർ തീമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം മോൻ്റെ ഡ്രസ്സ് ഈ കളറൊന്നല്ല. പക്ഷേ ഞാൻ പിന്നെ ഒരു ബ്ലൂ പിങ്ക് ആകുമ്പോൾ പിന്നെ കുട്ടികൾക്കൊരു പിങ്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബ്ലൂ ആക്കിയെന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ട് ഇതുപോലത്തെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ തന്നെയാണ്. പിന്നെ കുറച്ച് വൈറ്റ് ക്രീമിൽ തന്നെ ബീറ്റ് ചെയ്ത് ക്രീമിൽ തന്നെ കുറച്ച് ബ്ലൂ കളർ കുറച്ച് ആഡ് ആക്കിയിട്ടാണ് ലൈറ്റ് ബ്ലൂ ചെയ്തത്. ഇനി അതിലും കുറച്ചും കൂടെ കളർ ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ലാസ്റ്റത്തെ ലെയർ വെക്കണതിന് നമ്മൾ നല്ല ഡാർക്ക് കളറായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുൽഫി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഇതിൻ്റെ മുകളിലത്തെ സ്പഞ്ചിലും നമ്മൾ വെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കുൽഫി മിക്സ് തന്നെയാണ്. പക്ഷേ അതിൽ നട്ട്സ് ഒന്നും ഇല്ലാത്തത്, കാരണം നമുക്ക് ഇങ്ങനെ ഐസിങ് ഒക്കെ ചെയ്യുമ്പോൾ ആ ക്രംസും ഈ നട്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഒരു വൃത്തികേടാവും. അപ്പോൾ അതുകൊണ്ടാണ് അത് അരിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം, കുൽഫിയുടെ മിക്സ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓരോ കേക്കും നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ട് ഫിനിഷ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ ക്രീം പാതി പിന്നെ ബാക്കി പാതി നമ്മളെ കയ്യിലാണ്. കാരണം നമ്മൾ ബീറ്റ് ചെയ്യുന്ന ക്രീം നല്ല സ്റ്റിഫ് ആവാനും പറ്റില്ല, നല്ല ലൂസാവാനും പറ്റില്ല. ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞ് കഥ അതോട് കൂടിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ പിന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കിയാലും നമ്മൾ ചെയ്യുന്ന സ്ക്രാപ്പർമേലും ഐസിങ് നൈഫുമേലൊക്കെ ഇങ്ങനെ ക്രീം ഇങ്ങനെ പറ്റി പിടിച്ചിരും. പിന്നെ നമ്മൾ കുറച്ചേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കും, എന്നിട്ട് വീണ്ടും ഒന്ന് ചെയ്ത് നോക്കും. അങ്ങനെ കുറേ മെനക്കെട്ട് തന്നെയാണ്. പിന്നെ എനിക്ക് തന്നെ ഉണ്ടായിരുന്നൊരു സംശയമാണ് ഈ കേക്ക് എങ്ങനെ നീറ്റാക്കാം, നല്ല ഫിനിഷാക്കി എടുക്കാമെന്നൊക്കെ. അപ്പോൾ അതിനെന്തെങ്കിലും ടിപ്സും ട്രിക്സൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്താണെന്നറിയോ, നമ്മൾ പ്രാക്ടീസ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇത് നന്നാവുള്ളൂ എന്ന് പറയുന്നത് ഏറെക്കുറെ ശരി തന്നെയാണ്. കാരണം പിന്നെ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഇതിങ്ങനെ പെട്ടെന്ന് തീർക്കണമെന്നുള്ള ഒരു ഇതായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഫിനിഷ് ചെയ്യുന്ന ടൈമിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഹോൾസ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വീണ്ടും ക്രീമാക്കി കൊടുക്കുക, എന്നിട്ട് വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് എടുക്കുമ്പോഴാണ് നമ്മൾക്ക് നല്ല ഫിനിഷായി വരുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ 3 ലെയർ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ സ്റ്റിക്കൊന്നും കൊടുത്തിട്ടില്ല ഓരോ ലെയർ വെക്കുമ്പോഴും, കാരണം ഇത് നമ്മൾക്ക് വീട്ടിൽ കട്ട് ചെയ്യാനായതുകൊണ്ട്. നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല സെക്യൂർ ചെയ്യണം, എന്നാൽ തന്നെ ഇത് അതിൽ നിന്ന് അവിടെ എത്തുമ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണെന്നൊക്കെ ഓരോരോ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഈ കേക്കിനെ നമ്മളിങ്ങനെ സിമ്പിളായിട്ടാണ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി കേക്ക് കട്ടിങ് ഒക്കെയാണ്. മോനിക്ക് എന്തായാലും ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വർഷം ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാത്ത കാരണം പ്രാവശ്യം ഭയങ്കര ഇതായിരുന്നു. ഫ്രണ്ട്സിനൊക്കെ വിളിക്കണം തന്നെ, അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വിളിച്ച് പിന്നെ അവർ എന്തൊക്കെ കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് അന്ന് പിരിഞ്ഞത്. അപ്പോൾ ഇത്രയും നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോസൊക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ കേക്കിന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ, കാരണം നിങ്ങൾ ഇഷ്ടമായി എന്നൊന്നും കമൻറ്റ് ചെയ്യണം, ഒരു എസ് എന്നൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.